നിങ്ങൾ ഇവിടെ വന്നിട്ട് 25,000 രൂപ തരാനുണ്ട് 30,000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ വേറെ ആൾക്കാരെന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ ഇങ്ങ് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേരെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുമായിരിക്കും. അല്ലെങ്കിൽ ജോലി ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ 6 മാസത്തിൽ കൂടുതലായല്ലോ, ഇനി എന്ന് ശരിയാക്കി തരാന്ന് പറയുന്നത്? പൈസ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടിയാ പോരെ? പൈസ തിരിച്ചിട്ടാ തരണ്ടേ? വിളിച്ചിട്ട് ഫോണിൽ കൊടുക്കുന്നില്ല, ആളിനെ കാണണ്ടേ? ആള് പൈസ തരാന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പൈസ തരണ്ടേ? നമ്മളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത പൈസയാ. അവനാണെങ്കിൽ ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടും വീട്ടിൽ ഇരുന്ന് കരയാ. മര്യാദ ഇവിടെ ഇപ്പൊ ക്ലീറ്റോ ഇല്ല, ഇവിടെ ഇരുന്ന് ബഹളം വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോകണം. വേറെ തിരിച്ചു പോകണം. എന്ത് വർത്താനം പറയുന്നത്? ക്ലീറ്റോസിനെ കാണണം. ക്ലീറ്റോ ഇവിടെ ഇല്ല ചേട്ടാ. ക്ലീറ്റോസിനെ കാണാൻ നമ്മളൊന്ന് പോകത്തില്ല. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. വരട്ടെ ക്ലീറ്റോസ്, എന്തായാലും ഇവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. വരട്ടെ, പൈസ വരട്ടെ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കൂട്ടോ. നിങ്ങൾ പോലീസിനെ വിളിക്കും വേണ്ടുമ്പോഴേ നമുക്ക് എന്ത് പേടി? നമ്മളെ കാശല്ലേ വാങ്ങിച്ചേക്കുന്നത്, പിന്നെ നമുക്ക് എന്തിനു പേടിക്കുന്നത്? നിങ്ങൾ പൈസ മേടിച്ചാ ഇല്ലെന്നുണ്ടെ അകത്തുണ്ടെങ്കിൽ വിളിക്കുക ആളിനെ. എന്തോന്ന് ബഹളം ഉണ്ടാക്കണേ? ചേട്ടാ, ചേട്ടന്റെ പരാതി തന്നെയല്ലേട്ടാ, ചേട്ടന് അറിഞ്ഞൂടെ കാര്യങ്ങൾ? പൈസ തരാൻ പറയട്ടെ, 6 മാസത്തിൽ കൂടുതലായില്ലേ? അതാ പട്ടാളത്തിൽ ചേർക്കാന്ന് പറഞ്ഞ വാങ്ങിച്ച പൈസ. പട്ടാളത്തിൽ ചേർക്കാൻ വേറെ ആൾക്കാർ 1 വർഷത്തിൽ കൂടുതലായി പൈസ മേടിച്ചേക്കുന്നത്. അതെനിക്കറിയാം, അതിന് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര ദിവസമായി ചേട്ടാ? എന്ന് പറഞ്ഞാൽ ആണുങ്ങളില്ലാത്ത വീട്ടിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കും. ചേട്ടാ, നമ്മൾ ബഹളം ഉണ്ടാക്കിയല്ല, കാശ് വയ്ക്കാൻ വന്നതല്ല, അതിനെന്താ ബഹളം ആവുന്നത്? ഉള്ളപ്പോ വന്ന് ചോദിച്ചേ, ആള് ഇല്ലാത്തപ്പോഴാണ് ചോദിക്കുന്നത്. ഇന്ന് രാവിലെയും കൂടെ ഇവിടെ നിന്നെന്ന് പറയുന്നു, പിന്നെ കണ്ടില്ല. അവിടെ പോയില്ല, പിന്നെ ഇവിടെ പോയി ഡൽഹി പോയിക്കാണ്. നിങ്ങൾ ഒരു ആവശ്യത്തിന് തന്നെ പോയത്, പൈസ വാങ്ങിക്കാൻ വേണ്ടി ഡൽഹി പോയത്. ചേട്ടാ, ഇന്ന് രാവിലെയും കൂടെ ഇവിടെ നിൽക്കണുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനാണ് പോയത്. ഞാനാണ് റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് വിട്ടത്. മതിയാ? ഫോണ് കിട്ടാത്തത്. ആ, അത് തന്നെ. അല്ല, മെമ്പർ പറഞ്ഞ പിന്നെ നമുക്ക് വിഷയമില്ല. എന്തായാലും ഒരാഴ്ചക്കത്തെ കാര്യം നടക്കുമല്ലോ. ഒരാഴ്ചക്ക് വരും. വരും. ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് വരെ മെമ്പർ ക്ലിയർ ചെയ്ത് തന്നെ പറ്റുള്ളൂ. തരാം എന്ന് പറഞ്ഞ് ഇനി മേലെ ഈ വീട്ടിനകത്ത് വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കും. മെമ്പർ പറഞ്ഞാൽ നമുക്ക് വിശ്വാസം തന്നെ, തന്നാ മതി. ശരി, എന്നാ വെക്കും. ഫോട്ടോ വിടുമ്പോളേ വണ്ടി എടുക്കും. സംസാരിക്കാതിരിക്കുന്നതാണ് അവൻ നമുക്ക് കിട്ടും. ക്ലീറ്റോ, നീ ഒരു കാര്യം മനസ്സിലാക്കും. ഞാൻ നിന്റെ ശത്രുവല്ല. നീ എന്നും എൻ്റെ പഴയ കളിക്കൂട്ടുകാരാണ്. നീയാണ് എന്നെ ശത്രുവായിട്ട് കാണുന്നത്. നീ രാവിലെ എന്തോന്ന് പറഞ്ഞത്? അയൽവാസി? ദരിദ്രവാസി അല്ല. അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ല. സന്തോഷം.